ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ സംഭവബഹുലമായ 75 എപ്പിസോഡുകളാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത്. ഇന്നലെ 75ാമത്തെ എപ്പിസോഡായിരുന്നു. എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ എനർജി ആളുകളിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗെയിം കുറച്ചും കൂടെ ഗെയിമിന് ഒരു മനസ്സിലാക്കി കളിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന ചാൻസിലൊക്കെ ആ ഒരു ബിഗ് ബോസിന്റെ ഗെയിം എന്താണോ ആ ഒരു ഗെയിമിന് ഉള്ള ഒരു ഇൻപുട്ട് കൊടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ടാസ്കോട് കൂടിയിട്ടായിരുന്നു. പൊതുവെ ബിഗ് ബോസിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ടാസ്കുകളിലും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാറില്ല എങ്കിൽ പോലും ഈ ഒരു ഗ്രാൻഡ് ഫിനാലെയൊക്കെ അടുക്കുന്ന ആ ഒരു സമയത്തിലേക്ക് അവർക്ക് കണ്ടസ്റ്റന്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ടാസ്ക് എന്ന് പറയുന്നത്. ആ ഒരു മെമ്മറി ടാസ്കിൽ പല തരത്തിൽ നമ്മൾക്ക് കളിക്കാം. ഒരു തരം സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടിട്ടും മെമ്മറി പവർ യൂസ് ചെയ്തുകൊണ്ടിട്ടുമാണ് കളിക്കേണ്ടിയിരുന്നത്. നന്ദനയും ജാസ്മിനും നല്ല ഉഗ്രനായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നന്ദന നല്ല രീതിയിൽ മെമ്മറി ഓർത്ത് വെച്ചുകൊണ്ട് കളിക്കുകയും ജാസ്മിൻ അതിലൊരു കുറച്ച് സ്ട്രാറ്റജി കൂടി അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ നന്ദനയ്ക്ക് ഫസ്റ്റും ജാസ്മിന് സെക്കൻഡും ലഭിക്കുകയുണ്ടായി. ജാസ്മിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു വെച്ചാൽ ഒരു പരിധി വരെ ആ ഒരു ഗെയിമിനെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്ത് ചെയ്താലും ഇനിയിപ്പം നന്ദന 6 പോയിന്റ് ലഭിച്ചു നിൽക്കുകയായിരുന്നു. ജാസ്മിന്റെ ടീമിന് 4 പോയിന്റ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിന് പുറകെ ഉള്ളത് അപ്സരയാണ്. അപ്സരയെ കൊണ്ടിട്ട് ഇനി ഒരു 1-2 പോയിന്റ് കളക്ട് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ജാസ്മിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അതിനുവേണ്ടി ജാസ്മിൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും വെറുതെ നിന്ന് ആ ഒരു മെമ്മറി യൂസ് ചെയ്യുന്ന പോലെ കാണിച്ചു കൊണ്ടിട്ട് ആ ഒരു ടൈം കളയുക എന്നുള്ളതായിരുന്നു ജാസ്മിന്റെ സ്ട്രാറ്റജി. അത് ഈ ഒരു ഗെയിമിന് ശേഷം ജാസ്മിൻ ആണെങ്കിലും ഒരു പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനാണ് ജാസ്മിനൊക്കെ കിട്ടുന്നത് എങ്കിൽ പോലും മറ്റൊരാൾ ആ ഒരു സെക്കൻഡിനെ കവർ ചെയ്യാതിരിക്കാനായിട്ട് ജാസ്മിന് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം പൊതുവെ ഇപ്പോൾ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് എന്ന് പറയുന്നതിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പോയിന്റുകൾ കളക്ട് ചെയ്ത് നിൽക്കുന്നത് ജാസ്മിൻ്റെയൊക്കെ ടീം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അതിനുശേഷം അൻസിബയും സീതുവും കൂടിയിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാവുകയുണ്ടായി. ശ്രീതു അവിടെ അൻസിബയോട് ചോദിക്കുകയാണ് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടണം എന്നൊന്നുമില്ലേ എന്ന് അൻസിബയോട് ചോദിക്കുകയാണ്. അതിനുള്ള റീസൺ അൻസിബ പൊതുവെ ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ വരുമ്പം മാറി നിൽക്കാറാണ് പതിവ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉൾവലിഞ്ഞു നിൽക്കാറാണ്. ഒരു 100% ഔട്ട്പുട്ട് അതിൽ അൻസിബ കൊടുക്കുന്നതായിട്ട് ഒരിക്കൽ പോലും ഒരു ഫിസിക്കൽ ടാസ്കുകളിലും തോന്നിയിട്ടില്ല. ഫിസിക്കൽ ടാസ്ക് ആവട്ടെ മെന്റൽ ടാസ്ക് ആവട്ടെ ഒന്നിലും അൻസിബയുടെ അത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റുകൾ കാണാറില്ല. പിന്നെ വീടിന്റെ ഓവറോൾ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡെയിലി അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ്, ക്ലീനിങ്, വാഷിങ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അൻസിബ കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാറുള്ളൂ. അതിനപ്പുറം ടീമിനെ ജയിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ സ്വയമായിട്ട് ജയിക്കണമോ എന്നുള്ള ഒരു ഫീലിങ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും അൻസിബ അവിടെ ചെയ്യുന്നതായിട്ട് തോന്നാത്തത് കൊണ്ടാവാം ശ്രീത് ചോദിക്കുകയാണ് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടണമെന്നൊന്നും ഇല്ലേന്ന്. അപ്പൊ അൻസിബ പറയുന്ന ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ എനിക്കത് കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, എനിക്കത് കിട്ടണമെന്ന് ആഗ്രഹമില്ല എന്ന്. അപ്പൊ ശ്രീത് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ടും കൊടുക്കാതിരിക്കും എന്നുള്ളതാണെന്ന്. കാരണം ശ്രീതുവും അൻസിബയൊക്കെ ഒരു ടീമിലാണ്. അൻസിബ അവിടെ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അത് ശ്രീതുവിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ശ്രീതു എന്ന് തോന്നുന്നു. അതിനുശേഷം ജയിൽ നോമിനേഷൻ ആണ് നടന്നുകൊണ്ടിരുന്നത്. ജയിൽ നോമിനേഷൻ അപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ജയിൽ നോമിനേഷനിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ചുള്ള കാരണങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. എല്ലാവരും തന്നെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മൈൻഡ് ഗെയിമിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു പല ഹൗസ് ഡ്യൂട്ടീസ് ആവട്ടെ മറ്റു പല ഗെയിംസിന്റെ കാര്യങ്ങളിലൊക്കെ ആവട്ടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ആ ഒരു രീതിയിലേക്ക് മുമ്പോട്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരെയും ജയിൽ നോമിനേഷനിലേക്ക് വിട്ട് ഒരു ക്രൂശിക്കപ്പെടാനുള്ള ഒരു ചാൻസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലർ വളരെ ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഒരു 75ാമത്തെ ദിവസമായി നിൽക്കുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ജയിൽ നോമിനേഷനിലേക്ക് കാര്യഗൗരവത്തോടെയുള്ള കാരണങ്ങൾ പറയണം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഭിഷേകിനെയും നോറയെയും അൻസിബ, ശ്രീതു ഇവരെയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ എല്ലാവരും പറഞ്ഞ പേരുകൾ. പൊതുവെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ക്ലീശയായിട്ട് നടന്നു വരുന്ന ഒരു നോമിനേഷനിൽ ഉള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് പുതിയ ആളുകളെയൊക്കെ ആ ഒരു ജയിൽ നോമിനേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അഭിഷേകിന്റെ കാര്യത്തിൽ ഒരുപാട് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. അഭിഷേകിന്റെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് ഒരു മെജോറിറ്റി ആൾക്കാരുടെയും പ്രശ്നം. മോശമാണെന്ന്
എന്നാരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ലൈക്ക് ഋഷിയുടെയോ അല്ലെങ്കിൽ ജിൻഡോയുടെയോ ഒക്കെ ഒരു ക്യാപ്റ്റൻസി പോലെ അത്രയ്ക്ക് മോശം വേഴ്സ് ആയിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ലതായിരുന്നില്ല, ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടോട്ടലി ആ വീട്ടിലുള്ള ഇൻവോൾവ്മെന്റ് അഭിഷേകിന്റെ വളരെ കുറവാണ്. നിലപാടുകൾ പറയാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് പോലും യൂസ് ചെയ്യാറില്ല. കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് പോലും തട്ടി വിട്ടുകൊണ്ടിട്ട് ഒരു തണുപ്പൻ മട്ടിലാണ് അഭിഷേക് ഇത്രയും ദിവസമായപ്പോഴും ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്നതിലേക്ക് അടുത്തെത്തുമ്പോഴും അഭിഷേക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നോറയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഡബിൾ സ്റ്റാൻഡ് ആണ്. വിക്ടിം കാർഡ് ഇറക്കുകയാണ്, ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല, ഗെയിമിലെ സാധ്യതകൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് നോറയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ. അൻസിബയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവ് അല്ല, ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല, ഒരു രീതിയിലും ഒരു ഇൻട്രസ്റ്റും ഒരു കാര്യത്തിലും കാണിക്കാതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻസിബ എന്നുള്ളതാണ് അൻസിബയെ പറ്റി പറഞ്ഞവർക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ശ്രീധുവിനെ പറ്റിയിട്ടാണെങ്കിലും ആക്റ്റീവ് അല്ല, കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂസിൽ പോലും സ്വന്തം നിലപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കാറില്ല. ലക്ക് കൊണ്ട് മാത്രം ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്ന ഒരാളാണ് ശ്രീധു എന്നുള്ളതാണ് പലരും അവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് മാത്രം എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് റെലവന്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവന്ന് നിരത്തി ഒരു ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോൾ പോലും ഋഷി ഇപ്പോഴും ആ ഒരു ഗെയിമിനെ ആ ഒരു ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഋഷിയുടെ ജയിൽ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഋഷി ഒരാളെ പറഞ്ഞത് നന്ദനയാണ്. ഋഷി അതിന് പറഞ്ഞ കാരണം അഹങ്കാരം കൂടുതലാണ് എന്നുള്ളതാണ്. അഹങ്കാരം കൂടുതലായതുകൊണ്ടിട്ട് ജയിലിൽ പോയി വരട്ടെ എന്നുള്ളതായിരുന്നു ഋഷിയുടെ ആ ഒരു ടൈമിലെ എക്സ്പ്ലനേഷൻ. ആ ഒരു സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഋഷി ആ ഒരു കാര്യം തന്നെ കുറച്ചും കൂടെ ഉറച്ചു പറഞ്ഞു. അതാണ് ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇപ്പോഴും ഗെയിമിനെ ബാലിശമായിട്ട് കാണുന്ന ചില ആളുകളിൽ പെട്ട ഒരാളാണ് ഋഷി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീധുവിനെയും അഭിഷേകിനെയായിരുന്നു ജയിൽ നോമിനേഷനിലേക്ക് വേണ്ടിയിട്ട്. ഇതിൽ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ പോകൂ എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓഡിയൻസിനെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിലൊരാൾക്ക് എനിക്ക് പോകാതിരിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ വഴി ഒരു ജയിൽ മുക്തി നേടാം എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന അടുത്ത ടാസ്ക്. അപ്പൊ അഭിഷേക് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഭിഷേക് പറയുന്ന ആവശ്യമില്ലാത്ത വള്ളികളൊന്നും ഞാൻ പിടിക്കാറില്ല എന്നുള്ളതാണ് അഭിഷേക് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സിജോ ചോദിക്കുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഈ വീട്ടിൽ ഉണ്ടാവാറില്ല, ഈ വീട്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ ഒരു 10-15 പേര് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് സിജോ പറയുന്നത്. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു കൺവിൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അഭിഷേകും ശ്രീധുവും തമ്മിലാണ് ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഒരാൾക്ക് ജയിൽ മുക്തി നേടാം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അഭിഷേക് കുറച്ചുകൂടി തനിക്കെതിരെ വന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. പലതും വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളൊന്നും അല്ല അഭിഷേക് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും അത്തരത്തിലൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് അഭിഷേകിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രീധുവിന് അത്തരത്തിലൊരു അവിടെയും ഒരു നല്ല പെർഫോമൻസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനമായപ്പോഴേക്കും ജാസ്മിന്റെ ഒരേ ഒരു വോട്ട് മറിക്കൽ കൊണ്ടിട്ട് ഗെയിം അവിടെ ചേഞ്ച് ആവുകയായിരുന്നു. ജാസ്മിൻ അവിടെ കൃത്യമായിട്ട് ആ ഒരു ശ്രീധുവിൽ നിന്ന് കൊടുത്തിരുന്ന വോട്ട് മറിച്ച് അഭിഷേകിന് കൊടുക്കുന്നതോട് കൂടിയിട്ട് അഭിഷേകാണ് ജയിലിൽ പോകാനായിട്ട് ആയിക്കൊണ്ടിരുന്നത്. ആ ഒരു കൺവിൻസിങ് ടാസ്കിൽ കൺവിൻസ് ആയിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞ റീസൺ. ജാസ്മിൻ അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് കൂടുതലായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബോണസ് പോയിന്റിന്റെ ഡിസ്കഷൻ ആയിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീക്ക്ലി ഗെയിംസ് എന്ന് പറയുന്നത് ബോണസ് പോയിന്റ്, ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് പോകാനുള്ള ബോണസ് പോയിന്റിന് വേണ്ടിയിട്ടായിരുന്നു. ടീം നെസ്റ്റ് ആയിരുന്നു ഏറ്റവും മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. 21 പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ടായിരുന്നു ടീം നെസ്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ടീം പോലും 16 പോയിന്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്സരയുടെ ഒക്കെ ടീമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ടീം മത്സരങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വീക്കോട് കൂടിയിട്ട് ടീമായിട്ട് ഉള്ള കളികളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ഇൻഡിവിജ്വൽ ഗെയിംസ് ആണ് എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡിവിജ്വൽ ഗെയിംസിൽ ആസ് യൂഷ്വൽ എല്ലാ സീസണിലും നടക്കുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ടാസ്കുകൾ കളിച്ച് ഗെയിംസ് 10 ടാസ്കുകളാണ് സാധാരണ വരല്. ഈ ഒരു 10 ടാസ്കുകൾ കളിച്ചു കൊണ്ടിട്ട് അവസാനം പോയിന്റ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബോണസ് പോയിന്റ് 1 പോയിന്റ് കൂടിയിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ ടീം വൈസ് കളിച്ച് ജയിച്ചത് കൊണ്ടിട്ട് തന്നെ അർജുൻ, അഭിഷേക്, ഋഷി, ജാസ്മിൻ ഇവർ 4 പേര് കൂടി തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഈ
ഒരാൾക്ക് ഈ ഒരു പോയിന്റ് കരസ്ഥമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഡിബേറ്റ് അവിടെ നടത്തുകയാണ്. ഈ ഒരു ബോണസ് പോയിന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോണസ് പോയിന്റ് ഋഷി തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാതെ നിന്നു. അതിനുശേഷം ഒരു ക്രൂഷ്യൽ പോയിന്റ് എത്തിയപ്പം ആരും വിട്ടുകൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ നോമിനേഷനൊക്കെ പോലെ അവസാനം ആർക്കും കിട്ടാണ്ടാകുമോ, അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ജാസ്മിൻ അവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടി ഇനി തീരുമാനിക്കും, ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ്, എനിക്ക് ആ ഒരു പോയിന്റ് കിട്ടിയില്ലെങ്കിലും മറ്റൊരാൾക്ക് അത് കിട്ടണം എന്നുള്ളത് കൊണ്ടിട്ട് ജാസ്മിൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വോട്ടിങ്ങിലൂടെ നോക്കുമ്പം അഭിഷേക് ഋഷിക്കും അർജുൻ ഋഷിക്കാണ് ആ പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഋഷിയാണ് ഈ ബോണസ് പോയിന്റ് കരസ്ഥമാക്കിയിട്ടുള്ളത്. പക്ഷേ ടീം നെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഋഷിയെക്കാളും അതിനുള്ള ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നത് ജാസ്മിനോ അർജുനോ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഋഷിയെക്കാളും അഭിഷേക് കുറച്ചും കൂടെ അതിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഋഷി ഫിസിക്കൽ ഗെയിംസ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ഫിസിക്കൽ ഗെയിമിൽ കൊണ്ടുവരേണ്ട സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരേണ്ട മൈൻഡ് ഗെയിമിനെ പറ്റിയിട്ടോ ഒന്നും ഋഷി അത്ര ബോധേഡ് ആയിരുന്നില്ല. ജസ്റ്റ് ടാസ്കുകളിലെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഋഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഋഷിയെ അപേക്ഷിച്ച് ബാക്കി 3 പേര് തന്നെ ആയിരുന്നു. അതിലും കുറച്ചും കൂടെ ജാസ്മിനും അർജുനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അപ്പോഴും അതിനുശേഷം ഈ ഒരു അൻസിബ, ഋഷി, അഭിഷേക് ഇവർ 3 ആളുകളും ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് മറ്റുള്ളവരെ മാറി നിന്ന് കുറ്റം പറയുന്ന അൻസിബയുടെയും ഋഷിയുടെയും ആ ഒരു ടീമിലേക്ക് അഭിഷേക് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അൻസിബ അവിടെ പറയുന്ന ഒരു കമന്റ്, ജാസ്മിൻ നന്മമരം കളിക്കുകയാണ്, നന്മമരം ആ ഒരു സംഭവം വിട്ടു തന്നുകൊണ്ടിട്ട് നന്മമരം കളിക്കാനായിട്ട് തയ്യാറാവുകയാണെന്ന് പറയുമ്പം ഋഷി അതെ എന്ന് പറയുന്ന അൻസിബ എന്ത് പറയുന്നു അതിന് തലയാട്ടുകയാണ് ഋഷിയുടെ ഡ്യൂട്ടി അവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് അഭിഷേകും കൂടി അതിൻ്റെ കൂടെ ചേരുമ്പം ഒരു അഭിഷേകിന്റെ നിലപാടുകൾ അവിടെ എത്രത്തോളം പ്രകടമാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അൻസിബയെ കട്ടിൽ റാണി എന്ന് വിശേഷിപ്പിച്ചിട്ട് കൊണ്ടിട്ടാണ് അഭിഷേക് ആ വീട്ടിലേക്ക് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു ദിവസം വന്നപ്പം അഭിഷേകിന്റെ പെർഫോമൻസിൽ വെച്ചിട്ട് ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കട്ടിൽ റാണി എന്നുള്ളത് മുഖത്ത് നോക്കി അൻസിബയെ വിളിച്ച ഒരാളാണ്. ആ ഒരാളാണ് ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഇപ്പോൾ ഈ കുറച്ച് എപ്പിസോഡുകളിലേക്ക് നോക്കുമ്പോൾ അൻസിബയുടെ കൂടെ അതേ കട്ടിലിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും 75 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് ശേഷം അടുത്ത വീക്ക് മുതൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽ ഗെയിംസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള ഗെയിംസിനെയൊക്കെ മാറ്റി നിർത്തി കുറച്ചും കൂടെ മത്സര ബുദ്ധി അവിടെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കി എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ്.